ഈ ഇപ്പോൾ അന്ത്യയാത്രയുടെ സമയത്ത് പോലും പൊതുദർശനം വേണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടാണ്. ആ പൊതുദർശനത്തിൽ വന്നുകൂടുന്ന ആൾക്കൂട്ടത്തിൽ എത്ര പേർക്ക് ആത്മാർത്ഥതയുണ്ടാവും, എത്ര കാപട്യം അതിനകത്തുണ്ടാവുമെന്ന് കൃത്യമായ ബോധ്യം എംടിക്കുണ്ട്. ഈ കാപട്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ ഈ കഥാപാത്രങ്ങളിലൂടെ കപടമുഖമുള്ള മനുഷ്യരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കപടമുഖമുള്ള മനുഷ്യരിൽ നിന്ന് നേരിട്ട അനുഭവങ്ങൾ ആകുലതയും സങ്കടങ്ങളുമായിട്ട് തീർന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കുട്ടിക്കാലത്ത് എം ടി അനുഭവിച്ച അവഗണനയാവാം. അതല്ലെങ്കിൽ ഇപ്പോൾ 4 മക്കളിൽ ഒരാളാണ്. ഒരു പ്രസംഗത്തിൽ എം ടി പറയുന്നത് ഞാനിന്നലെ കേൾക്കുമായിരുന്നു. ഞാൻ 4ാമത്തെ കുട്ടിയായിരുന്നു എന്ന് പറയുന്നത് അല്ലേ, എം ടി 4ാമത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പിറന്നാളിനെ കുറിച്ചാണ് എം ടി പറയുന്നത്. എനിക്ക് പിറന്നാൾ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം 4ാമത്തെ മകനല്ലേ. അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. എൻ്റെ പിറന്നാൾ വന്നും പോയി ഇങ്ങനെ ഇരുന്നു, അങ്ങനെ ആരും ആഘോഷിച്ചിട്ടില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എം ടി പറയുന്നുണ്ട്. അതെല്ലാ ഘട്ടത്തിലും എം ടിയുടെ ഈ രചനകളിലുണ്ട്. അവഗണിക്കപ്പെട്ടു പോയൊരു ബാല്യം, കൂട്ടുകാരില്ലാത്ത ബാല്യം. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ എം ടി ഇത്ര എഴുതുമായിരുന്നോ എന്നൊരു സംശയമുണ്ട്. എം ടി തന്നെ പറയുന്നത് സാഹിത്യത്തെ വായനയെ കൂട്ടുപിടിച്ചത് കൂട്ടുകാരില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെയും എഴുത്താക്കി അതിനെ ഒരു വലിയ സമുദ്രമാക്കി മാറ്റി. പക്ഷേ ആ സമുദ്രങ്ങളൊക്കെ ഉള്ളിലുള്ളപ്പോഴും പുറത്ത് അദ്ദേഹം ഈ ഭാരതപ്പുഴ പോലെ ചെറുതായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരാളാണ് അല്ലേ. അതെ അതെ, എഴുത്തുകാർക്ക് ഭയങ്കര നിരീക്ഷണ പാഠമല്ലേ. അവർ ആളുകളെ നിരീക്ഷിക്കുന്നു. ഈ പറഞ്ഞ മാതിരി പലതരം ആളുകളെ ഇങ്ങനെ തിരിച്ചറിയുന്നത് സംസാരിച്ചിട്ടല്ല, അതാണ് കുറച്ചല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ എഴുത്തിൽ പല സ്വഭാവങ്ങളുള്ള ആളുകളെയൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ്, സംസാരമല്ല. അദ്ദേഹത്തിൻ്റെ നോവലിലും എഴുത്തിലുമൊക്കെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളാണ്. അത് ഈ ചെറുപ്പകാലത്തും അദ്ദേഹം നിരീക്ഷിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. പിന്നെ അദ്ദേഹത്തിന് വായന, ഈ നമ്മൾ എഴുത്തുകാരൻ എന്ന രീതിയിലും അധ്യാപകൻ എന്ന രീതിയിലും എഡിറ്റർ എന്ന രീതിയിലും ഒക്കെ പറയുമ്പോഴും അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു, എഴുത്തുകാരനതിനേക്കാൾ ഉപ്പുറത്തും. ഈ കഴിഞ്ഞ ദിവസം നമ്മളെ കാരശ്ശേരി മാഷ് പറയായിരുന്നു, കാരശ്ശേരി മാഷോട് ഇടക്കാലത്ത് എം ടി വാസുദേവൻ എന്നൊരു പരാതി പറഞ്ഞു, എനിക്കിപ്പോൾ പഴയ പോലെ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാരശ്ശേരി മാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എത്ര വായിക്കുന്നുണ്ട്? വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് ബിഷപ്പ് ഇപ്പോൾ എം ടിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പേര് ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. എം ടി ഒന്ന് അവസാനമായിട്ട് കാണും. എം ടി കണ്ണട വെച്ച് ഇപ്പോൾ കിടക്കുമ്പോൾ നമ്മളിപ്പോൾ പോയി കണ്ടു. എം ടി ഇങ്ങനെ കണ്ണട വെച്ച് കിടക്കുമ്പോൾ നമുക്കത് കാണുന്നതിനൊരു പ്രയാസമുണ്ട്. കാര്യം പക്ഷെ പലപ്പോഴും ഈ വേദികളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തും അതാണ് ഞാനതാ പറയാൻ വന്നത്. ഇതിപ്പോൾ മനോരമ ഈ മാതൃഭൂമിയുടെ ചിത്രമാണ്. മാതൃഭൂമിയുടെ ചിത്രത്തിൽ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും എം ടി ഇങ്ങനെ ഒരു ആലോചനാ നിമഗ്നനായിരിക്കും. ഒരുപക്ഷെ ഇതൊരു സ്ഥായി ഭാവമാണ് അല്ലേ, സ്ഥിരം ഭാവമാണ്. ഞാൻ പറയാൻ വന്നത് ഇതേ ഭാവത്തിലാണ് എം ടി ഉള്ളിൽ കിടക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് അധികം ഉള്ളിൽ നിന്ന് പകർത്തുന്നില്ല നമ്മൾ. പക്ഷേ ഇതേ ഭാവമാണ് യഥാർത്ഥത്തിൽ കിടക്കുന്ന എം ഡിക്കുമുള്ളത് അല്ലേ. എങ്ങനെയാണോ ഒരു വേദിയിലോ അല്ലെങ്കിൽ 4 പേര് കൂടുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ധ്യാനനിരതനാവും. എനിക്ക് ആൾക്കൂട്ടത്തിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിച്ച് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരാൾ അല്ലേ. ആഗ്രഹിച്ചൊരു ഏകാന്തതയുണ്ട്. ആ ഏകാന്തത അവിടെയും അദ്ദേഹം സൂക്ഷിക്കുകയാണ്. ഏതാൾക്കൂട്ടത്തിലും ആ ഏകാന്തതയും ഞാൻ നേരത്തെ പറഞ്ഞു, അത് എത്രത്തോളം പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഒരു മുറിവീടിയും ആ മുറിവീടിയിൽ പുകച്ചുരുളി സൃഷ്ടിക്കപ്പെടുന്നൊരു ഏകാന്തതയുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഈ കൊട്ടാരം റോഡിലൂടെ അദ്ദേഹം രാവിലെ പുലർച്ചയ്ക്ക് നടക്കാനിറങ്ങാറുണ്ട്. ഒരു മുണ്ടും സാധാരണ ഒരു നിറം മങ്ങിയ ഷർട്ടും ഇട്ട് ആ കയ്യിൻ്റെ ഒരു തലപ്പിൽ മുണ്ടിൻ്റെ തലയും വേറൊരു തലപ്പിൽ ഒരു ബീഡിക്കുറ്റിയും ഉണ്ടാവും, ഒരു മുറിവീടിയും ഉണ്ടാവും. ആ മുറിവീടിയും വലിച്ച് പതുക്കെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഇതാ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള മഹാനായ എഴുത്തുകാരനാണെന്ന ഒരു അഹംഭാവമോ അകമ്പടിയോ ഒന്നുമില്ലാതെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പ്രഭാസവാദി കഴിഞ്ഞ് അകത്തേക്ക് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു എഴുത്ത് ഉള്ളിൽ വന്നു കാണും. മാത്രമല്ല നേരത്തെ പി കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ഒരുപാട് എഴുത്തുകാരെ സൃഷ്ടിച്ച മനുഷ്യൻ. എഴുത്തുകാർക്ക് അവസരം കൊടുക്കുന്ന അതായത് എഴുത്തുകാരനായ എഡിറ്ററാണെന്ന് ആലോചിക്കണം. അവിടെയാണ് വ്യത്യാസം. എഴുത്തുകാരനായ എഡിറ്റർ പുതിയ തലമുറയ്ക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമകാലികർക്ക് കൂടി കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ഒരു ഇതിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞു എന്നതാണ്, എം ടി ഒരു ദിവസം എത്ര വായിക്കുമെന്ന് കാരശ്ശേരി മാഷ് ചോദിച്ചപ്പോൾ ഒരു ദിവസം 300 പേജ് വായിക്കുമെന്നാണ്. അപ്പോൾ വായിക്കാൻ വയ്യാതായപ്പോൾ ഇപ്പം എത്ര പേജ് വായിക്കും ചോദിക്കുന്നില്ല. അപ്പോൾ 50 പേജ് വായിക്കും. നമ്മൾ സാധാരണ ഒരു മനുഷ്യർ വായിക്കുന്ന 50 പേജ് അദ്ദേഹം തീരെ വയ്യാതായപ്പോൾ അദ്ദേഹം വായിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വായനയുടെ പാരമ്യത്തിൽ അദ്ദേഹം ഒരു ദിവസം 300 പേജ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം അദ്ദേഹം വായിച്ചു തീർക്കുന്നു.